എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു, സുഖമായി സന്തോഷമായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു കേട്ടോ. പ്രവേശനോത്സവം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഫസ്റ്റ് ഡേ പാത്തുസിനും മോനും സ്കൂളിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്, തിരക്ക് പിടിച്ച കുക്കിംഗ് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. ഉച്ചക്കത്തെ ലഞ്ചിന് ഉദോഹയത്ത് ഇറച്ചി കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അടിപൊളി കറിയും സെറ്റാക്കി എടുക്കുന്നുണ്ട്. ആരും മിസ്സാക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിച്ച്, അതേപോലെ തന്നെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും അതേപോലെ തന്നെ സബും ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക്, അതായത് ഫസ്റ്റ് ഡേ സ്കൂളിലെ വിശേഷങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു കേട്ടോ. ആദ്യത്തെ ദിവസം കുറച്ച് ദിവസം ഫുഡൊന്നും കൊണ്ടുപോകേണ്ടി വരില്ല എന്നാട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ വർഷം സ്കൂളിൽ നിന്ന് ചോറ് കൊടുക്കാത്തത് കൊണ്ട് രാവിലെ തന്നെ ചോറും കൂട്ടാനൊക്കെ റെഡിയാക്കിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ലഞ്ച് ബോക്സ് സെറ്റാക്കി എടുക്കണം. വെള്ളക്കടൽ ഞാൻ നേരത്തെ തന്നെ തലേദിവസം തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അടിപൊളി കറിയും സെറ്റാക്കി എടുക്കണം. പിന്നെ ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട്. സുബഹിനിസ്കാരത്തിന് ശേഷം ഞാൻ ചോറൊക്കെ വാർത്ത് വെച്ച ശേഷമാണ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. വളരെ തിരക്കേറിയ ദിവസമായതുകൊണ്ട് തന്നെ കുറച്ചേശ്ശെ ഭാഗങ്ങളായിട്ടാട്ടോ ഞാൻ വീഡിയോസ് സെറ്റാക്കി എടുത്തത്. എല്ലാവരും ഒന്ന് കട്ടയ്ക്ക് നിന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഉഷാറോടുകൂടി ഇന്ന് വീഡിയോ സ്റ്റാർട്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്, അതായത് വ്ളോഗ് ആരംഭിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചായയൊക്കെ കുടിക്കാനായിട്ട് കയ്യിലെടുത്തിട്ടുണ്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ചതായെത്തിയപ്പോൾ നമ്മുടെ കടല വെന്തിട്ടുണ്ട് കേട്ടോ, വെള്ളക്കടല. അപ്പം നമുക്കതൊന്ന് തുളിച്ചെടുക്കണം. നിങ്ങളുടെ വീട്ടിൽ ഇതേപോലത്തെ തിക്കും തിരക്കൊക്കെ ഉണ്ടോ? ഇതാ പാത്തൂസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പാത്തൂസ് പല്ല് തേക്കുന്നുണ്ട്. അതൊന്നും വീഡിയോസായിട്ട് എടുത്തില്ല കേട്ടോ. ഇന്ന് വലിയ ഉന്മേഷമല്ല, കുറേ ദിവസം അവധിയായിട്ട് വീട്ടിലിരുന്നതല്ലേ, അതിൻ്റെ ഒരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ പുട്ടിനുള്ള പൊടി കുഴച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നാളികേരം ചെറുകി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ കുറ്റിയിൽ നിറച്ചത് ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒക്കെ തിക്കും തിരക്കും പിടിച്ചൊരു പണിയിലൂടെയായിട്ട് ഞാൻ പോകുന്നത്, വീഡിയോസ് പോകുന്നത്. അപ്പോൾ എല്ലാം സ്കിപ്പ് ചെയ്ത് കണ്ട് പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പ്രവേശനോത്സവം 2026 വീഡിയോ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്തവരുണ്ടോ? തീർച്ചയായും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണണം. കുട്ടികളുടെ മനസ്സ് കീഴടക്കിയ അടിപൊളി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പാത്തൂസ് സ്നാക്സ് എടുത്ത് വന്നിട്ട് തിന്നാൻ, അതിൻ്റെ ശബ്ദമാണ് നിങ്ങൾ വീഡിയോസിൽ കേൾക്കുന്നത് കേട്ടോ. വോയിസ് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ പാത്തൂസ് അരികിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അത് നിങ്ങൾക്കറിയാം, സ്ഥിരമായി കാണുന്നവർക്കറിയാം. ഈ വോയിസും ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ തക്കാളി ഉടഞ്ഞു ചേരുന്നത് ഇളക്കി കൊടുത്ത് നല്ല രീതിയിൽ വയറ്റെടുത്ത ശേഷം നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർക്കാട്ടെ കൂട്ടുകാരെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ വീഡിയോ കണ്ടാൽ ആരും കണ്ണെടുക്കില്ല, അത്രയും മനോഹരമായ പ്രവേശനോത്സവത്തിൻ്റെ വീഡിയോ ആണ്. ആരും മിസ്സാക്കരുത് കേട്ടോ. അത് പച്ചവെള്ളം മാറുന്നവരെ ഇളക്കി കൊടുത്ത ശേഷം നമ്മുടെ കടല അതിലേക്ക് തട്ടിക്കൊടുത്ത്, എന്നിട്ട് മസാല നമ്മുടെ കടലിൽ പിടിക്കുന്നത് നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത ശേഷം ചൂടുവെള്ളം ഒഴിച്ചോട്ടെ. ഗ്രേവിക്ക് അനുസരിച്ച് എത്രയാണ് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ കടല കറി സെറ്റാക്കി എടുത്തിട്ട്, എന്നിട്ട് നമ്മൾ പുട്ട് സെറ്റാക്കി മേശപ്പുറത്ത് വെച്ചു. അപ്പോൾ നമ്മുടെ കടലക്കറി നമ്മുടെ ചൂറ്റും പാത്രത്തിലേക്ക് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, പപ്പടം വറുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കടലക്കറിയും പപ്പടവും ചോറും ഇതാണ് ലഞ്ച് ബോക്സിൽ സെറ്റാക്കി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് സെറ്റായി ലെവലായിട്ടുണ്ട്, ഏകദേശം ഒക്കെ സെറ്റായിട്ടുണ്ട്. മോൻ യൂണിഫോമൊക്കെ മാറി ഫുഡ് കഴിക്കാനായിട്ട് മേശപ്പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്ക് ലഞ്ച് ബോക്സും പപ്പടം, അതേപോലെ തന്നെ നമ്മുടെ വാട്ടർ ബോട്ട് അതൊക്കെ അങ്ങോട്ട് സെറ്റാക്കി വെച്ച് കൊടുത്തു. യൂണിഫോമൊക്കെ സെറ്റാക്കി ഒക്കെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇനി മുല്ലപ്പൂ കേട്ടോ വെക്കേണ്ടത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുല്ലപ്പൂ വെച്ച് കൊടുക്കുകയാണ്. ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ, ഒന്ന് ഭംഗിയായി പൊക്കോട്ടെ എന്ന് വിചാരിച്ച്, നല്ല സുന്ദരി കുട്ടിയായിട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ റെഡിയാക്കി നിർത്തി. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ ഒലുഹയത്ത് ഇറച്ചി ഏകദേശം ഐസ് വിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യാം എന്ന് ഉമ്മ പറഞ്ഞു. അങ്ങനെ ഞാൻ മോളെ കൊണ്ടാക്കാനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഉമ്മ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, വേഗം തന്നെ കറി വെച്ചോളേ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പുട്ടും കടലയും കൂട്ടിയിട്ട് അങ്ങോട്ട് ചായ കുടിക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഒലുഹയത്ത് ഇറച്ചി രണ്ടാമതും പൊതി ഞാൻ പുറത്തേക്ക് വെച്ചു. അപ്പോൾ അത് ഉമ്മ പറഞ്ഞു, ഇതിപ്പോൾ വെക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കട്ട് ചെയ്ത് വെച്ചത് ഇന്ന് ഇപ്പോൾ വെച്ചോളേ എന്ന് പറഞ്ഞ് കയ്യിൽ തന്നിട്ടു. അങ്ങനെ കറി വയ്ക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഞാൻ എല്ലാതും സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ അരിഞ്ഞ് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എളുപ്പമായി പൊടിയായി തന്നെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മുടെ തക്കാളി കുട്ടൻ കേട്ടോ, ഒരു 3-4 തക്കാളി കേട്ടോ, മീഡിയം സൈസിലെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്രയാണോ ബീഫ് എടുക്കുന്നത് അതിനനുസരിച്ച് വേണം എല്ലാ ഐറ്റംസും ഒരുക്കി വെക്കുക കേട്ടോ.
ഇനി അടുത്തതായി പൊടികൾ ചേർത്ത് കൊടുക്കാനാണ്. മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, സാദാ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം മാത്രം ഏടിയതുമായിട്ട് കൈ വെച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് സെറ്റാക്കിയെടുത്ത് നേരെ നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? തിക്കും തിരക്കും കഴിഞ്ഞിട്ട് ശ്വാസം വിട്ട് സമാധാനത്തിൽ കുക്കിംഗ് ചെയ്യാം കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ കൈവച്ച് നല്ല രീതിയിൽ കുഴച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ബീഫ് വേവാൻ ആവശ്യമായ വെള്ളം ചേർക്കേണ്ടതുണ്ട്. അത്യാവശ്യം നെയ്യുണ്ട് കേട്ടോ. അപ്പോൾ ഉരുളങ്കിഴങ്ങ് തൊലി കളഞ്ഞും കട്ട് ചെയ്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ കൈവച്ച് കുഴയ്ക്കണം. എന്നാലാണ് നമ്മുടെ മസാല നമ്മുടെ ബീഫിൽ പിടിക്കുള്ളൂ കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ കുഴച്ച് സെറ്റാക്കി എടുത്ത ശേഷം ബീഫ് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് നേരെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു. പൊട്ടറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യത്തിലധികം നമ്മുടെ ഉലവത്ത് ഇറച്ചിയിൽ നെയ്യുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് എന്തോ നോക്കണ്ടേ, പാകത്തിനുള്ള വേവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് നൽകണം കേട്ടോ. നമ്മുടെ പൊട്ടറ്റോ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് മസാല, അതായത് നമ്മുടെ ബീഫും മസാലയും അതിൽ നല്ല രീതിയിൽ പറ്റുന്നവരെ നല്ല രീതിയിൽ അങ്ങോട്ട് മറിക്കാൻ കൂട്ടുകാരി. നമ്മുടെ പൊട്ടറ്റോ ഏകദേശം ഇട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി മറിക്കാം. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സപ്പോർട്ടായി നിൽക്കുക കേട്ടോ. നല്ല രീതിയിൽ ഇളക്കി മറിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാത്തൂസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബീഫ് കറി. അപ്പോൾ പുട്ട് ബാക്കിയിരിപ്പുണ്ട്. അപ്പോൾ 4 മണിക്ക് വന്നാൽ പിള്ളേഴ്സിന് കൊടുക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ഈ പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉരുളങ്കിഴങ്ങ് പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി കുരുമുളക് പൊടിയും പുതിനയില കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് കയ്യിൽ എന്താണോ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി അങ്ങോട്ട് മറിക്കുന്നുണ്ട്. വളരെ ടേസ്റ്റേറിയ ഉള്ളോഹത്ത് ഇറച്ചിക്കറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ടായി നിൽക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ വോയിസ് ഓവർ കൊടുത്തതിൽ എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടോ അതും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അടിപൊളി ഉള്ളോഹത്ത് ഇറച്ചിക്കറി സെറ്റായിട്ടുണ്ട്. ഉച്ചക്കത്തെ ലഞ്ചിനുള്ളത് കറി സെറ്റായി കഴിഞ്ഞു കൂട്ടുകാരെ. അപ്പോൾ ഇനി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും അത് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് നൽകുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് അടിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ ബൈ.